ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പീരീഡ് ഡേറ്റ് ആവാൻ ഇനിയും കുറേ ദിവസങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് തോന്നലുണ്ടോ? അതായത് ബ്രസ്റ്റ് പെയിന്, ചെറിയ മൂഡ് സ്വിങ്സ്, ശരീരത്തിൽ ചെറിയ മാറ്റങ്ങൾ. അപ്പോൾ ഇതൊക്കെ പ്രഗ്നൻസിന്റെ ഏർലി സൈൻസ് ആണോ അതോ പീരീഡ്സിന്റെ ലക്ഷണങ്ങളാണോ? സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രഗ്നൻസിയുടെ ഏർലി സ്റ്റേജിൽ കാണുന്ന ഒരു 10 ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ്. പക്ഷെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത്, പീരീഡ്സ് മിസ് ചെയ്യുന്നതിന് മുമ്പുള്ള ലക്ഷണങ്ങൾ മാത്രം നോക്കിയിട്ട് ഒരിക്കലും പ്രഗ്നൻസി ആണെന്ന് ഉറപ്പിക്കാൻ പറ്റൂല. പ്രഗ്നൻസി ഉറപ്പിക്കാനുള്ള ഒരു ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് എപ്പോഴും പ്രഗ്നൻസി ടെസ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ടെൻഡർനെസ് അല്ലെങ്കിൽ ബ്രസ്റ്റ് പെയിൻ. അപ്പോൾ ഇത് ആദ്യമായിട്ട് നമുക്ക് കാണുന്ന ഒരു മാറ്റമാണ് ഈ ബ്രസ്റ്റ് പെയിൻ ഇതുപോലുള്ളത്, ബ്രസ്റ്റ് സംബന്ധിച്ചുള്ള ഒരു ചേഞ്ചസ്. ബ്രസ്റ്റിൽ ഒരു ഹെവി പെയിന്, അതേപോലെ ഒരു സെൻസിറ്റിവിറ്റി പോലെയെല്ലാം ചില ആൾക്ക് തോന്നും. ഇത് ഹോർമോണൽ ചേഞ്ച് കൊണ്ടാണ് ഈ ഒരു ചേഞ്ചസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പീരീഡ്സ് വരുന്നതിന് മുമ്പും ഈ ഒരു ബ്രസ്റ്റ് ചേഞ്ചസ് ഉണ്ടാവലുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റം നോക്കിയിട്ട് മാത്രം ഇത് പ്രഗ്നൻസി ആണെന്ന് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റൂല. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വയറുവേദന. ചില സ്ത്രീകൾക്ക് ലോവർ അബ്ഡോമിനിൽ പുള്ളിങ് സെൻസേഷന്, അതേപോലെ പീരീഡ് ക്രാംസ് പോലുള്ള വേദനകളെല്ലാം തോന്നും. ചെറിയ ഡിസ്കംഫർട്ട് പോലെ ഉണ്ടാവും. ഇത് എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ സമയത്ത് നമ്മളെ ബോഡി മാറും. അപ്പൊ ആ ഒരു മാറ്റത്തിൽ പെട്ടതാണ് ഈ സംഭവം. അപ്പോൾ ഈ ഇംപ്ലാന്റേഷൻ ക്രാംസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അതേപോലെ സഹിക്കാൻ പറ്റാത്ത വയറുവേദന എല്ലാം ഉണ്ടെങ്കിൽ അത് പ്രഗ്നൻസിന്റെ സൈൻ എന്ന് പറഞ്ഞിട്ട് ഇഗ്നോർ ചെയ്യരുത്. അത് നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നതാണ് ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിങ്സ്. നമ്മളെ പീരീഡ്സിന് മുമ്പായിട്ട് ചെറുങ്ങനെ ഒരു ബ്രൗൺ കളറ്, ഒരു ലൈറ്റ് റെഡ്, പിങ്ക്, അങ്ങനത്തെ ഒരു കളറിൽ ചില ആൾക്ക് ചെറിയ ഇങ്ങനെ സ്പോട്ടിങ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സ്പോട്ടിങ്ങിനെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സ്പോട്ടിങ് ഉണ്ടായെങ്കിൽ അപ്പം തന്നെ പ്രഗ്നൻസി ആണെന്ന് ഉറപ്പിക്കണമെന്നില്ല. ഹോർമോണൽ ചേഞ്ച് കാരണവും ഇങ്ങനെ സ്പോട്ടിങ് ഉണ്ടാവും. ഈ സ്പോട്ടിങ് പോലെ അല്ല, നല്ല ഹെവി ആയിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ മെഡിക്കൽ അഡ്വൈസ് എടുക്കണം. നാലാമത്തെ സൈൻ എന്ന് പറയുന്നത് അൺയൂഷ്വൽ ആയിട്ടുള്ള ടയർഡ്നെസ്. നമ്മൾ കുറേ ഉറങ്ങിയെങ്കിലും ഒരു എനർജി ഇല്ലാത്ത പോലെ, ഒരു പണിയും എടുക്കാൻ കഴിയാണ്ട് ഒരു എപ്പോഴും ക്ഷീണമായിട്ട് നിൽക്കുക. അപ്പോൾ ഈ ഒരു ക്ഷീണം ചില ആൾക്ക് ഏർലി പ്രഗ്നൻസി സൈൻ ആയിട്ട് ഉണ്ടാവലുണ്ട്. അപ്പോൾ ഈ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഹോർമോണൽ ചേഞ്ച് കാരണമാണ് ഈ ഒരു ക്ഷീണം നമുക്ക് ഉണ്ടാകുന്നത്. അഞ്ചാമത്തെ സൈനാണ് വോമിറ്റിംഗ് ടെൻഡൻസി അഥവാ ഓക്കാനം വരാം. നമ്മൾ ഇപ്പൊ ഇങ്ങനെ ജെൻഡർ പ്രഡിക്ഷന്റെ സമയത്തെല്ലാം ഓരോരോ റീലെല്ലാം ഉണ്ടാവില്ല, അപ്പൊ അതിൽ കാണുമല്ലോ മോർണിംഗ് സിക്നസ്. അപ്പൊ ഈ മോർണിംഗ് സിക്നസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ആണ്, രാവിലെ ഉണ്ടാവുന്ന വോമിറ്റിംഗ് ടെൻഡൻസി ആണ്. അപ്പോൾ ഈ വോമിറ്റിംഗ് ടെൻഡൻസി എന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ നോർമലായിട്ട് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു സൈനാണ്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് ഉണ്ടാകുന്നെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും വളരെ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല ഈ വോമിറ്റിങ്. ചില ആൾക്ക് പ്രഗ്നൻസിന്റെ കുറച്ച് വീക്സ് കഴിഞ്ഞിട്ടായിരിക്കും വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില ആൾക്ക് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വോമിറ്റിംഗ് തോന്നുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രഗ്നന്റ് അല്ല എന്ന് പറയാൻ കഴിയില്ല. ചില ആൾക്ക് പ്രഗ്നൻസിയിൽ വോമിറ്റിംഗ് തോന്നണമെന്നില്ല. ആറാമത്തെ സൈനാണ് സ്മെൽ സെൻസിറ്റിവിറ്റി. നമ്മൾ മുമ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഫുഡിന്റെ സ്മെല്ല് പോലും ഇപ്പോൾ ഭയങ്കര അൺബെയറബിൾ ആയിട്ടെല്ലാം തോന്നും. ഒരു പെർഫ്യൂമിന്റെ സ്മെല്ല്, അതേപോലെ കുക്കിങ്ങിന്റെ സ്മെല്ല്, ഇതൊന്നും ചില ആൾക്ക് ഈ ഒരു സമയത്ത് ഒരു അൺസൈക്കബിൾ ആയിരിക്കും. ചില ആൾക്ക് ഫുഡ് ക്രേവിങ്സ് ഉണ്ടാവും. ചില ആൾക്ക് ഫുഡിന്റെ മണം കേൾക്കുന്നത് പോലും ഇഷ്ടമല്ലാണ്ട് ഉണ്ടാവും. ഇതും പ്രഗ്നൻസിയിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു സിംറ്റമാണ്. ഏഴാമത്തെ സൈൻ എന്ന് പറയുന്നത് മൂഡ് സ്വിങ്സ്. ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും, പെട്ടെന്ന് ഇമോഷണൽ ആവും, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും, കാരണമില്ലാണ്ട് കരയും. ഇതെല്ലാം ചില ആൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രഗ്നൻസി ഏർലി ചേഞ്ചസിൽ ഉണ്ടാകുന്ന ഒരു സൈനാണ്. അപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ആണ് മൂഡ് സ്വിങ്സിനും കാരണം. ഇത് പ്രഗ്നൻസിന്റെ സൈന് മാത്രമല്ല, നമ്മളെ പീരീഡ്സിന്റെ സമയത്ത് നമുക്ക് ഈ ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടാവലുണ്ട്. എട്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് തലവേദന അല്ലെങ്കിൽ ഡിസീനസ്. നമ്മൾ ഏർലി പ്രഗ്നൻസിയിൽ നമ്മളെ ഹോർമോണൽ ചേഞ്ചും അതേപോലെ ബ്ലഡ് സർക്കുലേഷനും എല്ലാം കാരണം കൊണ്ട് നമുക്കൊരു തലവേദനയും ഒരു തലകറക്കം പോലെയെല്ലാം തോന്നും. അതേപോലെ തന്നെ ഡീഹൈഡ്രേഷന്, ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, സ്ട്രെസ്, ഉറക്കക്കുറവ്, ഇതെല്ലാം കാരണം നമുക്ക് ഈ ഡിസീനസ് വരും. സോ ഇത് മാത്രം പ്രഗ്നൻസി സൈനായിട്ട് കാണരുത്. ഒമ്പതാമത്തെ സൈന് ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേഷൻ. നമുക്ക് സാധാരണക്കാട്ട് കൂടുതൽ ഇങ്ങനെ മൂത്രമൊഴിക്കാൻ മുട്ടിക്കൊണ്ട് നിൽക്കാം.
അപ്പോൾ പ്രഗ്നൻസിന്റെ ഏർലി സ്റ്റേജിൽ ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് അല്ല. പിന്നെ ഈ കൂടുതൽ വെള്ളം കുടിക്കുന്നതും യൂറിൻ ഇൻഫെക്ഷനും എല്ലാം കാരണം ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേഷൻ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചെങ്കിൽ നമുക്ക് യൂറിൻ പോകുന്ന സമയത്ത് ഒരു ബേണിംഗ് സെൻസേഷൻ എല്ലാം ഉണ്ടെങ്കിൽ അത് യൂറിൻ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടാണ്. സോ ഇന്നത്തെ സമയത്ത് ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. 10ാമത്തെ സൈന് ഇത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ലക്ഷണമാണ് നമ്മൾ പീരീഡ് മിസ്സാവുന്നത്. ഇപ്പോൾ ഒരു റെഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ഉള്ള ഒരാൾക്ക് പീരീഡ് ഡേറ്റ് ആയിട്ടും പീരീഡ്സ് മിസ്സായെങ്കിൽ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് സൈനാണ്, നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സൈനാണ്. പക്ഷേ ഈ സ്ട്രെസ്സ്, പിന്നെ PCOS, പിന്നെ ഇൽനെസ് ഇതെല്ലാം കൊണ്ട് ചിലപ്പോൾ പീരീഡ്സ് ലേറ്റ് ആവലുണ്ട്. അപ്പോൾ ഈ പീരീഡ്സ് മിസ്സായാലും ഈ ഒരു കാരണം വെച്ച് മാത്രം പ്രഗ്നൻ്റ് ആണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. നമ്മൾ അപ്പോൾ തന്നെ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് എപ്പോൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ പീരീഡ്സ് ഡേറ്റ് വരുന്നതിന് മുമ്പ് പോയിട്ട് ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആണെങ്കിലും ടെസ്റ്റിൽ നെഗറ്റീവ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് നമ്മളെ പ്രഗ്നൻസി ഹോർമോണലായ HCG എന്ന് പറയുന്നത് ഒരു ഡിറ്റക്റ്റബിൾ ലെവലിൽ എത്താത്തത് കൊണ്ടാണ് അങ്ങനെ നോർമലായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ പീരീഡ്സ് ഡേറ്റ് കഴിഞ്ഞിട്ടും ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞിട്ട് നോക്കുന്നതായിരിക്കും കൂടുതൽ റിലയബിൾ ആയിട്ട് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, മറ്റേ പ്രഗ്നൻസി കിറ്റ് വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിലുള്ള ആ കിറ്റിലുള്ള ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് ഫോളോ ചെയ്തിട്ട് അതിലുള്ള പോലെ ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടും നെഗറ്റീവ് ആണ് കാണിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് പീരീഡ്സ് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ടെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലോ മറ്റോ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കൺഫേം ചെയ്യാം. സോ ഈ പ്രഗ്നൻസിന്റെ ഫസ്റ്റ് വീക്കിൽ തന്നെ എല്ലാവർക്കും സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 10 സൈൻസ് ചില ആൾക്ക് ഉണ്ടാവുന്നതാണ്. ചില ആൾക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ സിംറ്റംസ് ഒന്നും ഇല്ലാണ്ട് ഒരു 5 മാസം 6 മാസം എല്ലാം ആയിട്ടാകുമ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു തന്നെ അവർക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ സിംറ്റംസിൽ പലതും PMS സിംറ്റംസിനോട് സിമിലിയർ ആണ്. അതുകൊണ്ട് സിംറ്റംസ് നോക്കിയിട്ട് മാത്രം പ്രഗ്നൻസി കൺഫേം ചെയ്യരുത്. ഈ പീരീഡ് മിസ്സിങ്, അതേപോലെ ഈ പ്രഗ്നൻസി ടെസ്റ്റ്, അതെല്ലാമാണ് ഈ പ്രഗ്നൻസി കൺഫർമേഷന് കൂടുതൽ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ ഇതുപോലുള്ള പ്രഗ്നൻസി വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആർക്കെങ്കിലും നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.